സമ്മ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു സമ്മാണ് നിർത്തിയത്. എങ്ങനെ മിഡിൽ ടേമിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ടേംസിന്റെ സമ്മ് പറയാൻ പറ്റും. അതല്ലെങ്കിൽ പിന്നെ ഒരു മാർഗം നമ്മൾ പഠിച്ചത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടെ കൂട്ടിയിട്ട് എത്ര പെയർ ഉണ്ടോ ആ പെയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആവാം എന്നും പറഞ്ഞു. ഇപ്പൊ അതൊന്നുകൂടി വിശദമാക്കിയിട്ട് പുസ്തകത്തിൽ ഒരു എക്സ്പ്രഷൻ ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കുക. സം ഓഫ് ഫസ്റ്റ് 8 ടേം, ഇവിടെ 8 ടേം ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്, ഇതിലിവിടെ കാണിച്ചിട്ടുണ്ട്. അത് 8 ടേമിന്റെ സം എങ്ങനെയാ കാണുക? ഒന്നാമത്തെ ടേമായ 2ഉം എട്ടാമത്തെ ടേമും കൂടി 8 ടേം അല്ലേ, കൂട്ടിയിട്ട് എത്ര പെയറുണ്ട്? 8 എണ്ണത്തിന് 4 പെയറുണ്ട്, ഇൻറ്റു 4. അതായത് പെയർ കണക്കാക്കാൻ ടോട്ടൽ നമ്പർ ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇതാണ് ഒരു രീതി. ഇതിപ്പോ ഒന്നാമത്തെ ടേം എന്ന് തുടങ്ങുകയാണെങ്കിലും ഇടയ്ക്ക് എവിടെയെങ്കിലും ഇപ്പൊ ഒരു ഉദാഹരണത്തിന് സം ഓഫ് 15th ടേം ടു 31st ടേം, 15ാമത്തത് മുതൽ 31 വരെ, ഇങ്ങനെ ചെയ്യണമെങ്കിലോ ടോട്ടൽ നമ്പർ, ഇപ്പൊ നമ്മളിത് പഠിച്ചെന്താണ്? ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം സമ്മർ. അപ്പൊ ഇവിടെ 15th ടേമും 31st ടേമും കൂടെ കൂട്ടുക, നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ ഒരു മാർഗം ഓക്കെ. അതിപ്പോ ഒരു എക്സ്പ്രഷൻ, നമ്മളിപ്പോ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതിയിട്ട് അതിന്ന് എങ്ങനെ സമ്മ് കാണാം എന്ന് ഒരു പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. മൊത്തം നമ്മൾ ആ അരിത്മെറ്റിക് സീക്വൻസിൽ ഒരു ഒറ്റ കാര്യമുള്ളൂ, xn = an + b. അത് ബേസ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ ടോപ്പിക്കും ചർച്ച ചെയ്യേണ്ടതും പഠിക്കേണ്ടതും എന്നാണ് പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഫോർ ദി അരിത്മെറ്റിക് സീക്വൻസ് xn = an + b, what is a? Common difference. What is b? Difference between the common difference and first term. ഇതാണല്ലോ എക്സ്പ്രഷൻ. അതിന്ന് എങ്ങനെ സം ഉണ്ടാക്കാം? ദി സം ഓഫ് ഫസ്റ്റ് n ടേംസ് എങ്ങനെ കണക്കാക്കും? n × n + 1/2 a × n × n + 1/2 പ്ലസ് bn. അപ്പൊ നമ്മളൊരു സീക്വൻസ് തന്നാൽ അതിന് ആൾജിബ്രൈക് എക്സ്പ്രഷനിൽ എഴുതിയ ശേഷം ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ട് സമ്മ് കാണാം. ഓക്കെ എന്ന് ഒരു അറിവ് നമ്മുടെ കയ്യിലുണ്ട്. അറിവ് കിട്ടി. അപ്പൊ ഒന്നുകൂടി, സം ഓഫ് ആൾജിബ്രൈക് ടേംസിൽ അരിത്മെറ്റിക് സീക്വൻസിന്റെ സം കാണാനുള്ള ഒരു വഴി ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ 2. അതല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രൈക് ഫോമിൽ എഴുതിയ ശേഷം n × n + 1/2 ഇൻറ്റു a പ്ലസ് bn. ഇപ്പോ 15 ടേമിന്റെ സമ്മ് കാണണമെങ്കിൽ 15 × 16/2 ഇൻറ്റു a പ്ലസ് bn. ഓക്കെ. ഇപ്പോ നമ്മൾ പഠിച്ച ഐഡിയ അനുസരിച്ച് 1, 3, 5 ഈ ഒരു സീക്വൻസിലെ n നമ്പറിന്റെ സമ്മ്, n നമ്പറിന്റെ എന്ന് പറഞ്ഞാൽ 10 എണ്ണത്തിന്റെ, 5 എണ്ണത്തിന്റെ, 6 എണ്ണത്തിന്റെ, 1000 എണ്ണത്തിന്റെ സമ്മ് കാണാൻ ഒരു ജനറൽ എക്സ്പ്രഷൻ ഉണ്ടാക്കണം. ഇതെന്താണ് ഈ സാധനം 1, 3, 5? എന്താ പ്രത്യേകത? അത് ഓഡ് നമ്പേഴ്സ്. 1, 3, 5, etc. is odd number. ഇതിന്റെ സമ്മ് കാണാൻ എത്ര എണ്ണം ഉണ്ടോ അതിന്റെ സ്ക്വയർ എടുത്താൽ മതി. 10 എണ്ണത്തിന്റെ 1, 3, 5 എങ്ങനെ പോണു? അതൊരു 10 എണ്ണം. അതിന്റെ സമ്മ് എത്ര എന്ന് ചോദിച്ചാൽ 10 സ്ക്വയർ. ഇത് എങ്ങനെയാണ് എക്സ്പ്രഷൻ കണ്ടെത്തുന്നത് നോക്കുക. നമ്മളെന്ത് പഠിച്ചു? an × n + 2 പ്ലസ് bn എന്ന് സമ്മ് കാണാനുള്ള ഒരു എക്സ്പ്രഷനും ആൾജിബ്രൈക് ഫോമിലുള്ള xn = an + b ഇതിന്ന് രണ്ടും ആണ് സമ്മ് കാണാൻ ബുക്ക് അനുസരിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് 1, 3, 5
ആദ്യം നമുക്ക് ജോലി ആൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതലാണ്. ആൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതി, കോമൺ ഡിഫറൻസ് 2, n ചേർത്തി, -1 ഫസ്റ്റ് ടേം നിന്ന് കോമൺ ഡിഫറൻസ് കുറച്ചപ്പോൾ ഫസ്റ്റ് ടേം 1, കോമൺ ഡിഫറൻസ് 2 കുറച്ചപ്പോൾ -1. അപ്പോൾ എക്സ്പ്രഷൻ xn is equal to 2n minus 1. ദിസ് ഈസ് ദ nth ടേം. അതിൽ a 2 b -1. അപ്പോൾ നമ്മൾ an ഇൻറ്റു n+1/2 പ്ലസ് bn ഇതിൽ അപ്ലൈ ചെയ്തു. എക്കൊക്കെ 2 എന്ന് കൊടുത്തു, ബിക്ക് -1 എന്ന് കൊടുത്തു. അപ്പോൾ പ്ലസ് bn എന്നുള്ളത് -n ആയി. രണ്ടും വെട്ടിപ്പോയി. ബാക്കിയുള്ളത് n ഇൻറ്റു n+1 മൈനസ് n, n സ്ക്വയർ, n ഇൻറ്റു n സ്ക്വയർ പ്ലസ് n മൈനസ് n. എന്നും ക്യാൻസൽ ചെയ്തു പോയി, -n പ്ലസ് n, ബാക്കി n സ്ക്വയർ. സം ഓഫ് ഫസ്റ്റ് 8 ഓഡ് നമ്പേഴ്സ് ആണ് കണക്കാക്കണമെങ്കിൽ 64, 8 സ്ക്വയർ. 500 ആണെങ്കിൽ 500 സ്ക്വയർ. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. നോക്കാം. സാധാരണ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് ഈ അറിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ 1 + 3 + 5 + 7 എക്സെട്ര അങ്ങനെ പോണു. 99 വരെ കൂട്ടിയാൽ എന്ത് കിട്ടും? അപ്പൊ ഇത് സമ്മ് കാണണം. സമ്മ് കാണുമ്പോൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ ആണെങ്കിൽ എണ്ണം എത്രയാണെന്നുണ്ട് എന്ന് അറിഞ്ഞാൽ മതിയല്ലോ. n സ്ക്വയർ എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുമല്ലോ എന്ന് ആലോചിച്ചു. അപ്പൊ ഇതിൽ എത്ര എണ്ണമുണ്ട് എന്നിപ്പോ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോ എന്താണ് ഈ ഓരോ ടേമും 2n - 1 ആണ്. 7 എന്താണ് ടേം? 2n - 1. 99 ഏതാണ്? 2n - 1. ഏത് n ഉണ്ടോ അത് അത്രാമത്തെ. അപ്പോ 99 എത്രാമത്തെയാണെന്ന് അറിയാൻ 2n - 1 99 ആണെന്ന് എടുക്കുക, n ആ ഇക്വേഷൻ കണ്ടെത്തുക. അപ്പൊ n 50 എന്ന് കിട്ടി. അപ്പൊ സമ്മ് n സ്ക്വയർ ഈസ് ഈക്വൽ ടു 2500. അപ്പൊ n കണ്ടുപിടിക്കുക എന്നുള്ളൊരു ജോലിയാണ്. ഇനി ഇപ്പോ ഇതുമാതിരി ഒറ്റ നമ്പർ ഉണ്ട്. ഇപ്പൊ ഇതിലൊരു 3 മുതൽ കണ്ടെത്താനേ പറഞ്ഞിട്ടുള്ളൂ. 1 മുതൽ 99 വരെ എഴുതിയതിൽ 50 എണ്ണത്തിന് 49 എണ്ണത്തിന് മതി വിചാരിക്കുക. മൂന്നാമത്തെയാണ് സ്റ്റാർട്ടിങ് വിചാരിക്കുക. 3 + 5 + 7 ഇങ്ങനെ വന്നു. ഇങ്ങനെ വന്നപ്പോൾ സമ്മ് കണക്കാക്കണമെങ്കിൽ 49 ടേമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇത് തന്നെ ഈ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ സമ്മ് കണ്ടിട്ട് ഒന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ മതി. അത് അതിലില്ലല്ലോ. ഇനി 2 ടേം വിട്ടിട്ടാണെങ്കിൽ മൊത്തം ഫുള്ള് ഫസ്റ്റ് മുതലുള്ള ഓഡ് നമ്പർ കണക്കാക്കാനാണ് ഈ മാർഗങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചത്, ആദ്യത്തെ മുതൽ. അപ്പൊ നമ്മൾ ആദ്യത്തെ ഇല്ല, 3 മുതലേ ഉള്ളെങ്കിൽ ഒരെണ്ണം കമ്മി. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ കണ്ടെത്തിയ 2500-ൽ 1ന്റെ കുറവുണ്ടാവും, 2499. ഇനി 2 ഇല്ല, അവിടെ നിന്ന് അങ്ങോട്ടാണ് സമ്മ് ഒറ്റ. എങ്കിലോ 4 കുറച്ചാൽ മതി, അല്ല എങ്കിലോ 9 കുറച്ചാൽ മതി. ഇതനുസരിച്ച് ആവാം. അതല്ലെങ്കിൽ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ 2. ആ രീതി ഇതിനും ഉപയോഗിക്കാം. ഓക്കെ. ടോപ്പിക്ക് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് ഒരു വിഷയമേ അല്ല. പൊതുവെ മാത്സ് പ്രയാസമാണെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ശരിയായി സമീപിക്കാതെയാണ്. ഒന്നുമില്ല, നമുക്ക് കൃത്യമായി എന്താണെന്ന് മനസ്സിലാക്കിയാൽ എന്ത് പ്രയാസമുള്ള കണക്കും നമുക്ക് ഈസിയായി തോന്നും. ഇത് ഒരു പുകമറിയിൽ സുമാറ് മനസ്സിലാക്കിയിട്ട് കുറെ അതുമല്ല മൾട്ടിപ്ലിക്കേഷനോ ഭിന്നസംഖ്യകൾ കൂട്ടാനും കുറയ്ക്കാനും അറിയാണ്ട് വരിക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് നിൽക്കും. അപ്പൊ എനിക്ക് കണക്കൊന്നും അറിയില്ല എന്ന ധാരണ. അത് മാത്രമല്ല കണക്ക്. 10ാം ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചത് എന്തോ അത് നന്നായി മനസ്സിലാക്കുക. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് പിന്നാലെ വരാവുന്നതേ ഉള്ളൂ. അപ്പൊ സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പർ ഇപ്പൊ 2, 4, 6 ഇങ്ങനെ പോകും. 2, 4, 6, 8, 10 ഇങ്ങനെ പോകുന്ന ഇരട്ട സംഖ്യകൾ ഒരു 50 എണ്ണം കൂട്ടണം വിചാരിക്കുക. എന്താ വഴി? 50 × 51 മതി. അപ്പോ തുടക്കം മുതൽ ആദ്യത്തെ ഇരട്ട സംഖ്യ മുതൽ ഒരു 100 ഇരട്ട സംഖ്യ കൂട്ടിക്കിട്ടണമെങ്കിൽ 100 × 101 മാത്രം മതി. ഇതെങ്ങനെ അറിയാം? അൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതി ഉണ്ടാക്കി. xn = 2n, അതായത് കോമൺ ഡിഫറൻസ് 2, അതിന്റെ കൂടെ n ചേർത്തി. ഫസ്റ്റ് ടേം നിന്ന് കോമൺ ഡിഫറൻസ് കുറച്ചു. ഫസ്റ്റ് ടേം 2 ആണ്, 2 ന്ന് 2 പോയി 0 ആയി, 2n. അപ്പൊ a 2 ആണ്, b 0 ആണ്. അപ്പൊ an × n+1/2 പ്ലസ് bn എന്ന എക്സ്പ്രഷൻ എടുത്തു. എന്നിട്ടോ b 0 ആണ്, അതുകൊണ്ട് അത് ഒഴിവായി. അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. 2 വെട്ടിപ്പോയി, n × n+1.
ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് 2 + 4 + 6 + 8 + 200 വരെ കൂട്ടിയാൽ എന്ത് കിട്ടും? അപ്പൊ നമുക്ക് 200 വരെ കൂട്ടിയാൽ എത്ര എണ്ണം ഉണ്ട് എന്നറിയണം. അപ്പൊ 2n 200 ആണ്. എല്ലാ ടേമും 2n ആണ്. അപ്പൊ 200ഉം 2n ആണ്. അങ്ങനെയാണെങ്കിൽ 2n 200 ആണെങ്കിൽ n 100 ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ സം 100 × 101. ഇത്രേ ജോലിയുള്ളൂ. അപ്പൊ ഇരട്ട സംഖ്യകളുടെ സം കാണാൻ 100 × 101. ഇപ്പോ നാലാമത്തെ ഇരട്ട സംഖ്യ മുതൽ മതിയെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ നാലാമത്തത് എന്ന് പറയുമ്പോൾ 100 എണ്ണത്തിന് 3 എണ്ണം ഇല്ല, വേണ്ട. 100 എണ്ണത്തിന്റെ ഈ സമ്മ് കാണുക. എന്നിട്ട് ആദ്യത്തെ 3 എണ്ണത്തിന്റെ സമ്മ് കുറച്ചാൽ മതിയല്ലോ. 2 4 6 6 12 കുറച്ചാൽ 10100 12 കുറച്ചാൽ സമ്മായി. ഇനി വേറെ ഒന്ന് നാച്ചുറൽ നമ്പർ. റൈറ്റ് സൈഡിൽ നോക്കുക. 1 2 3 4 ഇങ്ങനെ കൂട്ടണം. അപ്പൊ 1 മുതൽ 1000 വരെ കൂട്ടണം, 1 മുതൽ 500 വരെ കൂട്ടണം, 1 മുതൽ 100 വരെ കൂട്ടണം, 1 മുതൽ 10 വരെ കൂട്ടണം. ഇത് എത്ര വരും എന്ന് നമ്മൾ അറിയണം. അപ്പൊ 1 മുതൽ 100 വരെ കൂട്ടണമെങ്കിൽ, 1 മുതൽ 200 വരെ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എണ്ണം എത്ര? 100. 100 × 101/2 മാത്രം മതി. അത് ഇങ്ങനെ നേരത്തെ നമ്മൾ എക്സ്പ്രഷൻ ഉണ്ടാക്കിയ പോലെ തന്നെ അതും. അപ്പൊ 1000 ആദ്യത്തെ 1000 എണ്ണൽ സംഖ്യകൾ, 1000 നാച്ചുറൽ നമ്പർ, അതിന്റെ സംഭവമാണ്. എങ്ങനെ? 1000 × 1001/2, അല്ലെങ്കിൽ 500 1000ന്റെ 2 കൊണ്ട് വെച്ച പകുതി എടുക്കാമല്ലോ. അപ്പൊ 500 × 1001. ആദ്യത്തെ 200 എണ്ണത്തിന്റെയാണ് 200 × 201/2. ഇതും അതുപോലെ തന്നെ നമ്മൾ 8 മുതലുള്ള എണ്ണൽ സംഖ്യകൾ നാച്ചുറൽ നമ്പറിന്റെ സം എത്ര എന്ന് ചോദിച്ചാൽ 7 എണ്ണത്തിന്റെ സമ്മ് കുറച്ചാൽ മതി ടോട്ടൽ കിട്ടിയെന്ന്. ഓക്കെ, വെരി വെരി സിമ്പിൾ. ഇനി ടെക്സ്റ്റിൽ പേജ് 35 മുതൽ 36 വരെ ഒരു 9 ക്വസ്റ്റ്യൻ ഉണ്ട്. സമ്മ് കാണാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതില് 2-3 എണ്ണം എക്സാമ്പിൾ എന്നുള്ള നിലയ്ക്ക് എടുത്ത് ഇവിടെ ഇപ്പൊ വർക്ക്ഔട്ട് ചെയ്യണം. അതിൽ ഒന്നാണ് ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 25 ടേംസ്. 25 എണ്ണത്തിന്റെ സമ്മ് കാണണം. 25ന്റെ സമ്മ് കാണണമെങ്കിൽ അത് ഏതാണ്? 11, 22, 33. നമ്മൾ പഠിച്ചതനുസരിച്ചാണെങ്കിൽ ആദ്യം ആൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതണമെന്നും, അപ്പൊ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതണമെങ്കിൽ ഇവിടെ കോമൺ ഡിഫറൻസ് 11 ആണ്. അപ്പൊ 11n ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറച്ചാൽ b കിട്ടും, അത് 0 ആണ്. അപ്പൊ ഇതിൽ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 11n. a 11 ആണ്. അപ്പൊ an × n+1/2 + bn, ഇതാണ് ഇക്വേഷൻ. അപ്പൊ a 11, n 25 എണ്ണത്തിന്റെയാണ്. അപ്പൊ 25 × 26/2 + bn, b 0 ആണ്. ഇത് എത്ര കിട്ടുമോ അത് ആൻസർ. അടുത്തത് ഫസ്റ്റ് ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 25 ടേം. ഒക്കെ ഫസ്റ്റ് 25 ടേംസ് ആണ് ആവണം, എങ്കിലേ നമ്മൾ ഇത് ഇടയ്ക്ക് പോവുകയാണെങ്കിൽ പറ്റില്ല. അപ്പൊ നമുക്ക് ആദ്യത്തെ 25 ടേം വേറൊന്ന് 19, 28, 37. അപ്പൊ നമുക്ക് ആൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതി. xn = 9n + 1. a എത്ര? 9. b എത്ര? 1. അപ്പൊ നമ്മൾ ആ എക്സ്പ്രഷനിലേക്ക് പോയി. a × അതായത് 9 × n. n എത്ര? 25. n × n+1. n+1 എത്ര? 26/2 പ്ലസ് bn. b എത്ര? 25. b 1, n 25. ഇതിങ്ങനെ വർക്കൗട്ട് ചെയ്താൽ മതി. 3175 എന്ന് കിട്ടും. അപ്പൊ ഇത് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അറിയണം. അതന്നെ ഉള്ളൂ പ്രയാസം പലർക്കും, താന്ന ക്ലാസ്സിൽ പഠിക്കാത്തതുകൊണ്ട്. അപ്പൊ ഇതില് നമ്മൾ a × an × n+1/2 എന്ന് ഞാൻ എഴുതിയിട്ടില്ല. എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. എഴുതിയാൽ ബാക്കി തെറ്റിയാലും എന്തെങ്കിലും മാർക്ക് കിട്ടും. അതന്നെ ഗുണം. ഓക്കെ, കാരണം അതൊരു ഫോർമുലയാണ്. ഫോർമുല പഠിച്ചാൽ മാർക്ക് കിട്ടും എന്ന് പണ്ട് ഞാൻ പഠിക്കുന്ന കാലത്ത് ഇപ്പോഴും ഒക്കെ ആ ധാരണയുണ്ട്. അപ്പൊ അതനുസരിച്ച് വേണമെങ്കിൽ അത് എഴുതാം. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് 1, 6, 11. അപ്പൊ വീണ്ടും ആൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതി. xn = കോമൺ ഡിഫറൻസ് 5 ആണ്. 5n ഫസ്റ്റ് ടേം 1 ആണ്. 1 കോമൺ ഡിഫറൻസ് കുറച്ചാൽ ഇവിടെ -4 കിട്ടി. അപ്പൊ a 5 ആണ്, b -4 ആണ്. അപ്പൊ 25 ടേമിന്റെ സമ്മ് കാണാൻ a 5 × 25 × 26/2
2 പ്ലസ് ബി മൈനസ് 4 ഇൻറ്റു എൻ 25. അത് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഒരു ചോദ്യം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി സം ഓഫ് 20 ടേംസ് ആൻഡ് ദി നെക്സ്റ്റ് 20 ടേംസ് ഓഫ് 6, 10, 11? 6, 10, 14 എന്ന് പറയുന്ന ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 20 ടേമും പിന്നത്തെ 20 ടേമുകളുടെയും സമ്മുകൾ തമ്മിൽ എത്ര വ്യത്യാസം വരും എന്നാണ് ചോദ്യം. ആദ്യത്തെ 20 ടേമുകളുടെ സമ്മ് കാണുക, പിന്നെ അടുത്ത 20 ടേമുകളുടെ സമ്മ് കാണുക, എന്നിട്ട് വ്യത്യാസം എഴുതുക എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനുള്ള എളുപ്പവഴിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഓക്കെ, 2 സെറ്റാണ്. ഒന്ന് x1 മുതൽ x20 വരെ, പിന്നെ ഒന്ന് 21 മുതൽ 40 വരെ. അങ്ങനെ 20, 20, 40 ടേമുകളുണ്ട്. എല്ലാ ടേമും 4n+2, അതായത് ആൾജിബ്രിക് എക്സ്പ്രഷനിൽ എഴുതിയാൽ എല്ലാ ടേമും 4n+2. പിന്നെ നമുക്കൊന്നറിയാം, രണ്ടാമത്തെ സെറ്റിലെ തുടക്കം x21, ആദ്യത്തെ സെറ്റില് ഒന്ന് x1. അപ്പോ 21ാമത്തതിൽ നിന്ന് 1ാമത്തത് കുറച്ചാൽ എത്രയെങ്കിലും കിട്ടും. 22ാമത്തത് നിന്ന് 2ാമത്തത് കുറച്ചാൽ എത്രയെങ്കിലും കിട്ടും. 40ാമത്തത് നിന്ന് 20ാമത്തെ കുറച്ചാൽ എത്രയെങ്കിലും കിട്ടും. അതൊക്കെ ഒരേ നമ്പർ ആയിരിക്കും. ഇത് മനസ്സിലാക്കാനാണ് ഈ ഒരു ചോദ്യം ടെക്സ്റ്റിൽ തന്നത്. അതിന് നമ്മൾ വെറുതെ സിമ്പിൾ ആയിട്ട് സമ്മ്, ആദ്യത്തെ 20 സമ്മും പിന്നത്തെ 20 സമ്മും കണ്ട് വ്യത്യാസം എഴുതുക എന്ന് പറയുന്നത് നമ്മള് വിദ്യാഭ്യാസ വകുപ്പിനോട് ചെയ്യുന്ന ചതിയാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. x21 മൈനസ് x1 ഈസ് ഈക്വൽ ടു x22 മൈനസ് x2 ഈസ് ഈക്വൽ ടു x23 മൈനസ് x3. ഇതാണ് നമ്മുടെ അറിവ്. അങ്ങനെ വരുമ്പോ x21 എത്ര? 4n+2 n-ന് 21 കൊടുത്താൽ മതി. 4 × 21 + 2 86. അപ്പൊ x21 x1 കുറച്ചാലോ 86, 6 പോയാൽ 80. അപ്പൊ ഓരോ ടേമുകളും തമ്മിൽ 80 വ്യത്യാസം. അങ്ങനെ 20 വ്യത്യാസം. സം ഡിഫറൻസ് ബിറ്റ്വീൻ 2 സെറ്റ്സ് 80 × 20 1600 വ്യത്യാസം. ഓരോ ടേമും 80. അങ്ങനെ 20 ടേമുകളുടെ വ്യത്യാസം കണക്കാക്കാൻ മതി. ഇതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനെ സമീപിക്കേണ്ട രീതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 6, 10, 14, 15, 19, 23 രണ്ട് സെറ്റ് അരിത്മെറ്റിക് സീക്വൻസസ്. രണ്ടിലും കോമൺ ഡിഫറൻസ് 4 തന്നെ, പക്ഷെ തുടക്കം മാത്രം വ്യത്യാസം. ആദ്യത്തേത് 6, രണ്ടാമത്തേതിൽ 15. അതായത് 6 അങ്ങനെ ഒരു വ്യത്യാസം. കാൽക്കുലേറ്റ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ സംസ് ഓഫ് 20 ടേംസ്. ഇതിലെ 20 ടേംസും അതിലെ 20 ടേംസിന്റെയും സമ്മുകൾ തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? നേരത്തെ നമ്മൾ പഠിച്ചത് ഒരേ അരിത്മെറ്റിക് സീക്വൻസ്, അതിലാദ്യത്തെ 20ഉം രണ്ടാമത്തെ 20ഉം തമ്മിലുള്ള വ്യത്യാസം. ഇത് 2 സീക്വൻസ്. ആദ്യത്തേതിലെ 20 എണ്ണം കൂട്ടിയാൽ എന്ത് കിട്ടും? അടുത്തത് 20 എണ്ണം കൂട്ടിയാൽ എന്ത് കിട്ടും? ആ 20 എണ്ണാതുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നാണ് ചോദ്യം. അപ്പൊ 2 സീക്വൻസും ആൾജിബ്രൈക് എക്സ്പ്രഷനിൽ എഴുതുക. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ പുസ്തകം മുഴുവൻ ഒരൊറ്റ കാര്യത്തിന്റെ ബേസിസിലാണ്, ആൾജിബ്രൈക് എക്സ്പ്രഷൻ. അത് മനസ്സിലാക്കി അതനുസരിച്ച് പഠിക്കണം. 2 സീക്വൻസ് ഉണ്ട്. ആദ്യത്തെ സീക്വൻസ് 4n+2, രണ്ടാമത്തെ സീക്വൻസ് 4n+11. ടേം ഡിഫറൻസ്, ഓരോ ടേമും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? അത് പഴയതുപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. 4n+2, 4n+11 ഇതല്ലേ 2 ടേം. ഇത് രണ്ടും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 2ലുണ്ട് 4n. അപ്പൊ 11ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 9. ഇത് മാത്രമേ ഉള്ളൂ. ഇതെന്നല്ലാതെ നേരിട്ട് നമുക്ക് പറയാം 15, 6, 9 വ്യത്യാസം. 19, 10, 9 വ്യത്യാസം. അപ്പോ 2 ടേമുകൾ തമ്മിൽ വ്യത്യാസം 9 ആണെങ്കിൽ 20 ടേമുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് സമ്മും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ 20 × 9 180. നെക്സ്റ്റ്, ഫൈൻഡ് ദി സം ഓഫ് 3-digit numbers which are multiples of 9. 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പറുകള് ഒരു സീക്വൻസ് ആയാൽ അത് കൂട്ടിയാൽ എന്തു വരും?
ഏത് ഇപ്പോ തുടക്കം മുതൽ പറയുകയാണെങ്കിൽ 9, 18, 27 ഇങ്ങനെ പോണു. അതൊക്കെ 2 ഡിജിറ്റാണ്. അപ്പൊ നമ്മൾ 11,999 അതാണ് 2 ഡിജിറ്റിന്റെ അവസാനം. പിന്നെ 12,9,108 അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി. എന്നിട്ട് 3 ഡിജിറ്റ് അവസാനിക്കണം. 111 × 9 999 നിൽക്കും. ഇങ്ങനെ 3 ഡിജിറ്റ് നമ്പർ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ നമ്മൾ സമ്മ് കാണാൻ. അപ്പൊ ഫൈൻഡ് ദി സം ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 9. ആദ്യത്തെ ജോലി 9ന്റെ മൾട്ടിപ്പിളായ 3 ഡിജിറ്റ് നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കുന്ന ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ മൾട്ടിപ്പിൾസ് ഓഫ് 9 എന്ന് പറഞ്ഞാൽ അത് എക്സ്പ്രഷൻ 9n ഈക്വൽ. നമ്മൾ പിന്നെ ഊഹിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. 11,999 എന്ന് 4ാം ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചതാണ് പട്ടിക. അപ്പൊ 11,999 നമുക്ക് അറിയണം 10-ലെത്തിയിട്ടെങ്കിലും. അങ്ങനെയാണെങ്കിൽ 12,9 എത്ര? 108. അപ്പൊ ആദ്യത്തെ 3 ഡിജിറ്റ് നമ്പർ 108. പിന്നെ 9 കൂട്ടി അങ്ങനെ പോകും. എത്തി നിൽക്കുന്നതോ 999. ഇതും നമ്മൾ ഊഹിക്കുക. അല്ലെങ്കിൽ 1000നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടൊക്കെ ചെയ്യണം. അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കരുത്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. അപ്പൊ 111, 999 അവസാനത്തെ നമ്പർ. ഇനി നമ്പർ ഓഫ് ടേംസ് എത്ര നമ്പർ ഉണ്ട്? 1 മുതൽ പറയുമ്പോൾ 111 × 9 ആണ് 999. 19 മുതലാണ് തുടക്കം. അപ്പൊ 11 എണ്ണത്തിന്റെ കുറവുണ്ട്. 111ലെ ആദ്യത്തെ 11 എണ്ണം ഇരട്ട സംഖ്യപ്പെട്ടു. അപ്പൊ എത്ര നമ്പർ ഉണ്ട് ആകപ്പാടെ? 111 11 കുറച്ചാൽ 100. ഇനി സമ്മ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യത്തെ അവസാനത്തെയും കൂടെ കൂട്ടണം. 108 + 999. നമ്പർ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 100. അതിനെ 2 കൊണ്ട് ഹരിച്ചാൽ 50. അപ്പൊ 50 × 108 + 999. ഇങ്ങനെ എളുപ്പത്തിൽ ചിന്തിച്ചിട്ട് ഉത്തരം ഉണ്ടാക്കണം. അല്ലാതെ ഇതിന് വേറെയും മാർഗങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ പിന്നീട് എവിടെന്നെങ്കിലും പഠിച്ച് കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷെ ഏറ്റവും എളുപ്പം ഇതാണ്. അതായത് ഇവിടെ സ്വല്പം ആലോചനയ്ക്ക് മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, റൈറ്റ്. ഇനി ടെക്സ്റ്റിലെ പേജ് 33, 34കളിലായിട്ട് ഒരു വിവരം. അതായത് ടേമുകളിന്റെ ആൾജിബ്രൈക് ഫോം an + b. അതിന്റെ അർത്ഥം nth ടേം an + b. അതുപോലെ സം ഓഫ് n ടേംസ്. ഇങ്ങനെ ആൾജിബ്രൈക് എക്സ്പ്രഷനിൽ സം ഓഫ് n ടേംസ്, അത് nth ടേം, ഇത് സം ഓഫ് n ടേംസ് എഴുതാനുള്ള ഒരു രീതിയാണ് pn² + 2n എന്ന് ടെക്സ്റ്റിലുണ്ട്. നമുക്ക് അതിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. പൊതുവെ സം എങ്ങനെ കാണും? a × n × n + 1/2 + bn. ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഈ എക്സ്പ്രഷൻ ½ an² + ½ a + b × n എന്ന് കിട്ടും. അതാണ് pn² + 2n. അപ്പൊ ഇതിനെ nth ടേമുമായിട്ട് ലിങ്ക് ചെയ്താൽ p എന്നാൽ ആൾജിബ്രൈക് എക്സ്പ്രഷനിലെ nth ടേമിന്റെ a എന്തോ അതിന്റെ ഹാഫ് ആയിരിക്കും p, ½ a. ആ പിയും ബിയും an + b യിൽ a ഉണ്ട് b ഉണ്ട്. a ഹാഫ് എടുത്ത p ആയി. ആ ഹാഫിന്റെ കൂടെ b കൂട്ടിയ q ആയി. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് സമ്മും എളുപ്പത്തിൽ കണ്ടെത്താം. വെറുതെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതുക സമ്മ് കാണാൻ. അങ്ങനെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതിയിട്ട് പിന്നെ an × n + 1/2 + bn എന്ന ഒരു ഇക്വേഷൻ വെച്ചിട്ടാണല്ലോ നമ്മൾ സമ്മ് കണ്ടെത്തിയത്. അതിന് പകരം pn² + 2n എഴുതിയാലും മതി, കിട്ടണം മാർക്ക് പുസ്തകത്തിൽ ഉള്ളത് കൊണ്ട്. ഓക്കെ, ഇനി ഇത് ഉപയോഗിച്ചിട്ട് ചില കണക്കുകൾ, ഒരു ഉദാഹരണത്തിന് ടെക്സ്റ്റിലുള്ള കണക്കാണ്. നേരത്തെ നമ്മൾ എത്തി നിന്നതിന്റെ തുടർച്ച. സം ഓഫ് n ടേംസ്
എൻ സ്ക്വയർ പ്ലസ് 2n. റൈറ്റ് ദി nth ടേം. അതിന്റെ അർത്ഥം പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ തന്നു. പി എത്ര? 1. ക്യു എത്ര? 2. എന്നിട്ട് ചോദിച്ചു എ എൻ പ്ലസ് ബി എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിന് ടീച്ചേഴ്സ് ടെക്സ്റ്റിൽ ഇതെങ്ങനെ ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ ഈ ചർച്ച ചെയ്ത പോലെയല്ല. അതായത് എൻ സ്ക്വയർ പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ എന്നാൽ എന്തർത്ഥം അതറിയോ നോക്കിയാൽ മതി എന്ന് ചുരുക്കം. എ എൻ പ്ലസ് ബി പറഞ്ഞാൽ എന്തർത്ഥം? എത്രാമത്തെ ടേമും. 5ാമത്തെ ടേം വേണോ? എന്നിന് 5 കൊടുത്താൽ മതി. 10ാമത്തെ ടേം വേണോ? എന്നിന് 10 കൊടുത്താൽ മതി. ഇതുപോലെ പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ 10 ടേമിന്റെ സം എത്ര ചോദിച്ചാൽ പി ഇൻറ്റു 10 സ്ക്വയർ പ്ലസ് ക്യു ഇൻറ്റു 10. അതുപോലെ സം ഓഫ് എൻ ടേംസ് എൻ സ്ക്വയർ പ്ലസ് 2n. റൈറ്റ് ദി nth ടേം. അതായത് എ എൻ പ്ലസ് ബി എഴുതാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ടീച്ചേഴ്സ് ടെക്സ്റ്റ് അനുസരിച്ച് എൻ സ്ക്വയർ പ്ലസ് 2n. അപ്പൊ n 1ാമത്തെ ടേമിന്റെ സമ്മ്, ഒരു ടേമിന്റെ സമ്മ് 1ാമത്തെ ടേമും 1 തന്നെയല്ലേ. അപ്പൊ 2ാമത്തെ ടേമും കണ്ടാൽ നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസുമായി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് കിട്ടിയ എ എൻ പ്ലസ് ബി എഴുതാൻ എന്തുണ്ട്? പണിയില്ല. അപ്പൊ നമുക്ക് ആദ്യം ഒരു ടേമിന്റെ സം എടുക്കുക. ഒരു ടേമിന്റെ സം പറയുമ്പോൾ എന്നിന് 1 കൊടുത്തു. 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1. അപ്പൊ 2 2 1 3. അടുത്ത 2 ടേമിന്റെ സമ്മ്. അതിന്റെ അർത്ഥം ആദ്യത്തെയും 2ാമത്തെയും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? അതും എൻ സ്ക്വയർ പ്ലസ് 2n എന്നിന് 2 കൊടുത്താൽ മതി. അപ്പോ 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 എന്ത് 4 4 4 8 എന്ന് കിട്ടി. ഇപ്പോ നമ്മുടെ കയ്യിൽ കിട്ടിയ 2 നമ്പറാണ് 3 8. 3 എന്നത് ഒരു ടേമിന്റെ സമ്മ്, ഫസ്റ്റ് ടേമിന്റെ സമ്മ്. അപ്പോ ഫസ്റ്റ് ടേമും സമ്മും 1 തന്നെ 3. 8 എന്നത് ആദ്യത്തെയും 2ാമത്തെയും കൂടെ കൂട്ടിയത്. അപ്പൊ ആദ്യത്തേത് 3 ആണ്, 2ാമത്തേതും കൂടി കൂട്ടിയപ്പോ 8 ആയെങ്കിൽ 2ാമത്തെ ടേം മാത്രം എത്ര? 5. അല്ലാണ്ട് 8 കിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് 2 എണ്ണം കിട്ടി. കോമൺ ഡിഫറൻസ് 2 ആണെന്ന് മനസ്സിലായി. അപ്പൊ സീക്വൻസ് 3 5 7. ഇങ്ങനെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടിട്ട് എക്സ് എൻ ഈസ് ഈക്വൽ ടു ആദ്യം കോമൺ ഡിഫറൻസ് എഴുതി, എൻ ചേർത്തി, ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറച്ചു, 2n പ്ലസ് 1 എന്ന് കിട്ടി. ഇങ്ങനെ ചെയ്യാൻ ഒരു നിർദ്ദേശം. നമ്മൾ നേരത്തെ പഠിച്ച ആ ഐഡിയ പ്രകാരമാണെങ്കിൽ ഇതെങ്ങനെ? പുസ്തകത്തിലുള്ള വിവരം തന്നെ. പി എന്നാൽ ഹാഫ് എ എന്തോ അതിന്റെ പകുതി എടുത്താൽ, അതായത് പി എന്താണോ അതിന്റെ പകുതി എടുത്താൽ എ ആയി. അപ്പൊ ഇവിടെ പി എത്ര? പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ ഇസ് ഈക്വൽ ടു, താഴെ നോക്കുക, എൻ സ്ക്വയർ പ്ലസ് 2n. പി 1 ആണ്. അപ്പോ അര എ 1 ആണ് എന്നർത്ഥം. അപ്പൊ എ എത്ര ആയിരിക്കും? 2 ആയിരിക്കും. ഏറ്റവും ഒടുവിൽ നോക്കുക, അര എ 1 ആണ്, therefore എ 2 ആണ്. പിന്നെ ഈ അരയെയും ബിയും കൂടെ കൂട്ടിയതാണ്. ഇനി ബി കിട്ടിയാൽ മതിയല്ലേ? എ പ്ലസ് ബി അല്ലേ നമ്മുടെ ഇക്വേഷൻ എഴുതേണ്ടത്. എ കിട്ടിയല്ലോ, ഇനി ബി അല്ലേ വേണ്ടു. അപ്പോ അര എ ആയ 1ഉം ബിയും കൂടെ കൂട്ടിയാൽ 2 കിട്ടുന്നതാണ്. ക്യൂ അതല്ലേ? അപ്പോ 1 പ്ലസ് ബി ഈസ് ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ ബി 1. അപ്പൊ എ 2 ആണെന്ന് കിട്ടി, ബി 1 ആണെന്ന് കിട്ടി. അപ്പൊ എ എൻ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 2n പ്ലസ് 1. ഇങ്ങനെയും ആവാം. ഓക്കെ. ഈ സെറ്റിലാകെ 5 പ്രോബ്ലം ഉള്ളത്. ഒരെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി 3ാമത്തെ നോക്കുക. ഒന്നിടവിട്ട് നോക്കിയാൽ മതി, ബാക്കി നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാവുന്നത്. സം ഓഫ് n ടേംസ് n സ്ക്വയർ മൈനസ് 2n എന്ന് തന്നിട്ടുണ്ട്. റൈറ്റ് ദി nth ടേം ചോദിച്ചു. അതായത് പി എൻ സ്ക്വയർ പ്ലസ് ക്യു എൻ തന്നിട്ടുണ്ട്, എ എൻ പ്ലസ് ബി എഴുതാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെയാണെങ്കിൽ സം ഓഫ് 1 2 ടേംസ്, ഒരു ടേമിന്റെ സമ്മ് 1 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 1. അപ്പൊ ഈ 1 2 1 പോയാൽ 1 2 പോയാൽ -1. ഇനി 2 ടേമിന്റെ സം ആണെങ്കിലോ 2 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2. അപ്പൊ 4 മൈനസ് 4 0. ഇപ്പൊ നമ്മൾ കിട്ടിയത്, നമുക്ക് മനസ്സിലായത് ഫസ്റ്റ് ഒരു ടേമിന്റെ സമ്മ് -1, അതായത് ഫസ്റ്റ് ടേം 1. 1ാമത്തെ ടേമും 2ാമത്തെ ടേമും കൂടെ കൂട്ടിയപ്പോ 0. അതിന്റെ അർത്ഥം 1ാമത്തെ ടേമായ -1ഉം എന്ത് കൂട്ടിയാൽ 0 കിട്ടും? 1 കൂട്ടിയാൽ. -1ന്റെ കൂടെ 1 കൂട്ടിയാലേ 0 ഉള്ളൂ.
ഇപ്പൊ നമുക്ക് മനസ്സിലായത് ആദ്യത്തെ ടേം -1 രണ്ടാമത്തെ ടേം 1 ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് എത്ര? 2. -1ന്റെ കൂടെ 2 കൂട്ടിയാൽ 1, അതിന്റെ കൂടെ 2 കൂട്ടിയാൽ 3. അപ്പൊ 3 ടേം ആയി. അപ്പൊ ഇവിടെ മൈനസ് പ്ലസ് ഇതൊക്കെ കൂട്ടാനും കുറയ്ക്കാനും അറിഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. ഇപ്പൊ ഒരു വീഡിയോയിലൂടെ ഞാനത് ഇപ്പൊ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അത് 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ആണ് അത് ഉള്ളത്. ശരി, അപ്പോ സീക്വൻസ് -1 1 3. therefore xn is equal to ഏതാണ്? ഇപ്പൊ ഫസ്റ്റ് കോമൺ ഡിഫറൻസ് എത്ര? 2. അപ്പൊ xn is equal to 2n. ഇനി ഫസ്റ്റ് ടേം ആയ -1ൽ നിന്നും കോമൺ ഡിഫറൻസ് ആയ 2 കുറയ്ക്കണം. അപ്പൊ -3 കിട്ടും. കുറയ്ക്കേണ്ടുന്ന സംഖ്യയുടെ ചിഹ്നം മാറ്റി കൂട്ടുക എന്നാണ് പഠിച്ചത്. അപ്പൊ xn is equal to 2n minus 3. അടുത്ത ഒന്ന് സം ഓഫ് n ടേംസ് n സ്ക്വയർ മൈനസ് n p1 q മൈനസ് 1 റൈറ്റ് ദി nth ടേം. ഇതുപോലെ തന്നെ ആദ്യത്തെ ഒരു ടേമിന്റെ സമ്മ്, അതായത് ഒന്നാമത്തെ ടേം 1 സ്ക്വയർ മൈനസ് 1 0. 2 ടേമിന്റെ സമ്മ് 2 സ്ക്വയർ മൈനസ് 2, 4 2 പോയാൽ 2. അപ്പൊ 0 2 കിട്ടി. അപ്പൊ സീക്വൻസ് എന്തായി? ആദ്യത്തെ ടേം 0, രണ്ടാമത്തെ ടേം ആദ്യത്തതും രണ്ടാമത്തതും കൂടെ കൂട്ടിയാൽ 2 കിട്ടും. അപ്പൊ രണ്ടാമത്തേതായിരിക്കും 2 ആയിരിക്കും. അല്ലാണ്ട് കൂട്ടിയാൽ 0ന്റെ കൂടെ 2 കൂട്ടിയാലേ 2 കിട്ടുള്ളൂ. അപ്പൊ 0 2 4. അപ്പൊ അതിന്റെ ആൽജിബ്രൈക് എക്സ്പ്രഷൻ എന്തായി? nth ടേം എന്തായി? ഫസ്റ്റ് കോമൺ ഡിഫറൻസ് 2n എഴുതി. ഫസ്റ്റ് ടേം 0, അതിന് കോമൺ ഡിഫറൻസ് കുറച്ചപ്പോ -2. അപ്പൊ xn is equal to 2n minus 2. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ ശരിക്കും ടെക്സ്റ്റിനെ ഫോളോ ചെയ്ത് തന്നെ പഠിക്കണം. എങ്കിലേ ഇത്തരം കണക്കുകളൊക്കെ നമുക്ക് വലിയ പ്രയാസമായി തോന്നില്ല. കുറെ ഫോർമുലകളുടെ പിന്നിൽ പാഞ്ഞാൽ ഇങ്ങനെയുള്ളിടത്തൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടും. ശരി, നോക്കാം ചോദ്യം എന്താണെന്ന്. 16 24 32 എന്നൊരു സീക്വൻസ്. ഫസ്റ്റ് ടേം 16 ആണ്, കോമൺ ഡിഫറൻസ് 8 ആണ്. ഇതിന്റെ n ടേം, എനി നമ്പേഴ്സ് 10 ടേം ആയാലും ശരി 20 ടേം ആയാലും ശരി എത്ര എണ്ണം കൂട്ടിയാലും ആ കൂട്ടിയതിൻ്റെ കൂടെ ഒരു 9 കൂടി ചേർത്താൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. അതായത് കൃത്യമായ ഒരു സ്ക്വയർ ആയിരിക്കും. അതായത് ഒരു 64 അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്ന് പ്രൂവ് ചെയ്യാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? xn ആൽജിബ്രൈക് എക്സ്പ്രഷനിൽ എഴുതി ആദ്യം, എന്നിട്ടല്ലേ സമ്മ് കാണുക. അപ്പൊ xn is equal to കോമൺ ഡിഫറൻസ് 8, 8n പ്ലസ് ഫസ്റ്റ് ടേം നിന്ന് കോമൺ ഡിഫറൻസ് കുറച്ചാൽ 8, അങ്ങനെ 8n പ്ലസ് 8. ഇനി അതിന്റെ സമ്മ് കാണണം. സമ്മ് കാണാൻ നമ്മൾ എന്താ പഠിച്ചത്? a ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1/2 പ്ലസ് bn. a എത്ര? 8. അപ്പൊ 8 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1/2 പ്ലസ് b എത്ര? അതും 8, 8n. അപ്പൊ 8ഉം 2ഉം ഡിവൈഡ് ചെയ്തപ്പോ 4n, 4 എന്ന് കിട്ടി. അപ്പൊ ചേർത്ത് 4n ഇൻറ്റു n പ്ലസ് 1 പ്ലസ് 8n എന്നായി. അത് സിംപ്ലിഫൈ ചെയ്തപ്പോ ഇനി 4n-നെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 4n സ്ക്വയർ, 4n-നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 4n പ്ലസ് 8n. അപ്പൊ 4n-ഉം 8n-ഉം കൂടെ കൂട്ടിയപ്പോ 12n. മൊത്തത്തിൽ 4n സ്ക്വയർ പ്ലസ് 12n ആണ് സമ്മ്. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. ഇതിന്റെ കൂടെ 9 ചേർത്തിയാൽ adding 9 to the sum 4n square plus 12n plus 9. ഇതിനെ ചേർത്തി കഴിഞ്ഞപ്പോൾ അത് 2n plus 3 whole square ഈക്വൽ ആണ്. അതിന്റെ അർത്ഥം സമ്മ് കണ്ട് 9 കൂട്ടിയപ്പോ പെർഫെക്റ്റ് സ്ക്വയർ ആയി. 2n plus 3 into 2n plus 3. അതാണ് 4n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 9 a പ്ലസ് b ഹോൾ സ്ക്വയർ എന്നതുപോലെ കിട്ടി. ഇത് പ്രൂവ് ചെയ്യാൻ ഇങ്ങനെ തന്നെ ആവണം. അല്ലാതെ ഓരോ നമ്പർ എടുത്തിട്ട് അതിന്റെ പെർഫെക്റ്റ് സ്ക്വയർ 9 കൂട്ടി സമ്മ് കാണുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ആരൊക്കെ ചെയ്യുന്നത്. അതൊന്നും നമുക്ക് പറ്റിയതല്ല. ഓക്കെ, ഇനി അടുത്ത് ടെക്സ്റ്റിലെ ചോദ്യമാണ് ഒരു നമ്പർ പിരമിഡുമായി ബന്ധപ്പെട്ടത്. കുറച്ച് നമ്പറുകൾ എഴുതിയിട്ടുണ്ട്. അതൊരു സീക്വൻസ് ആണ്, നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ്. 1 2 3 4 5 6 7 8 9 10.
അതായത് 10 നാച്ചുറൽ നമ്പറിനെ 4 വരിയായിട്ട് എഴുതിയിരിക്കുകയാണ്. എങ്ങനെ? ഒന്നാമത്തെ വരിയിൽ 1, രണ്ടാമത്തെ വരിയിൽ 2, മൂന്നാമത്തേതിൽ 3, നാലാമത്തേതിൽ 4. ഇങ്ങനെ 4 വരികളായി എഴുതിയിട്ടുണ്ട്. അപ്പൊ അടുത്ത ചോദ്യം, ഇതിൽ ആദ്യത്തെ ചോദ്യം നെക്സ്റ്റ് 2 ലൈൻസ് എഴുതാൻ. അതായത് 5ാമത്തെ ലൈനും 6ാമത്തെയും. 5ാമത്തേതിൽ എത്ര എണ്ണം വേണം? ഈ പാറ്റേൺ അനുസരിച്ച് 5 എണ്ണം വേണം. ഏതൊക്കെ? 11, 12 അങ്ങനെ. അടുത്തതിലോ 6 എണ്ണം വേണം. എവിടെ മുതൽ? അവസാനിച്ച 15 മുതൽ 16, 17, 18, 19 അങ്ങനെ. ഒരു നമ്പർ പാറ്റേണിന്റെ ഈ പാറ്റേണിൽ ഒരു വരി എത്ര വരി, അടുത്തതിൽ എത്ര വരും, അടുത്തതിൽ എത്ര വരും എന്ന് പറയാൻ അറിയണം. ഇതിപ്പോ തൊട്ടടുത്തായതുകൊണ്ട് നമ്മൾ 5 എണ്ണം 6 എണ്ണം എന്നൊക്കെ പറഞ്ഞു. ഇതൊരു 20ാമത്തെ വരിയിൽ എത്ര എണ്ണം വരും എന്ന് ചോദിച്ചാൽ അതിന് മറുപടി വേണം. അപ്പോൾ അതിൽ ഇപ്പൊ നമുക്ക് ഈ പാറ്റേൺ അനുസരിച്ച് നോക്കിയാൽ 10ാമത്തെ ലൈനിൽ എത്ര എണ്ണം വരും? 10 എണ്ണം വരും. 1ാമത്തെ ലൈനിൽ 1 എണ്ണം, 2ാമത്തെ ലൈനിൽ 2 എണ്ണം, 3ാമത്തെ ലൈനിൽ 4 ടേമുകൾ, 5ാമത്തേൽ 5, അങ്ങനെയാണെങ്കിൽ 10ാമത്തേൽ 10 എണ്ണം വരും. അതാണ് അടുത്ത ചോദ്യം. റൈറ്റ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പേഴ്സ് ഓഫ് ദി 10th ലൈൻ. ഇതാണ് ചോദ്യം. അപ്പൊ അതിൽ എത്ര എണ്ണം വരുന്ന അറിയണം? 10 എണ്ണം വരുന്ന അറിയും. ഇനി അതെങ്ങനെയാ ലാസ്റ്റ് നമുക്ക് പറയാ? ലാസ്റ്റ് നമ്പർ ഏതായിരിക്കും? ഇപ്പോ 1ാമത്തെ വരിയിലെ ലാസ്റ്റ് ഏതാ? 1. 2ാമത്തെ വരിയിലെ ലാസ്റ്റ് ഏതാ? 3. 3ാമത്തെ വരിയിലെ ലാസ്റ്റോ? 6. 4ാമത്തേതിലോ? 10. ഇനി ഇപ്പുറത്ത് നോക്കുക. മറ്റേത് 15, അടുത്ത വരിയിൽ 21. ഇതെങ്ങനെ അറിയും? 1ാമത്തെ വരിയിലെ എണ്ണം എത്ര? 1. 2ാമത്തെ വരിയിലെ എണ്ണം എത്ര? 2. 1ഉം 2ഉം കൂടെ കൂട്ടിയ 3. 3ആണ് ലാസ്റ്റ്. 3ാമത്തേതാണ് ലാസ്റ്റ്. അടുത്ത് 3ാമത്തെ വരിയിൽ ലാസ്റ്റ് എന്തൊക്കെ കൂട്ടണം? 1ാമത്തെ വരിയിൽ എത്ര എണ്ണം ഉണ്ട്? 1. 2ാമത്തേതിലോ 2 എണ്ണം ഉണ്ട്. 3ാമത്തേതിലോ 3 എണ്ണം ഉണ്ട്. അപ്പോഴോ 1ഉം 2ാമത്തേതിലെ എണ്ണം 2ഉം 3ഉം കൂടി കൂട്ടിയാൽ 6ആയി. അടുത്ത വരിയിൽ ലാസ്റ്റ് 10ാമത്തേതാണ്. നമ്മളിവിടെ 10 അല്ല കേട്ടോ, അവിടെ ചിന്തിക്കുന്നത് മുഴുവൻ എത്രാമത്തേത് എന്നാണ്. അതിപ്പോ നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് എത്രാമത്തേതും ടേമും ഒന്ന് തന്നെ ആയിന്ന് മാത്രം. ശരി, ഇനിയിപ്പോ ഇതില് എത്രാമത്തേതാണ് ലാസ്റ്റ്? 4ാമത്തെ വരിയിലെ 10ആണ് ലാസ്റ്റ്. 10ാമത്തേതാണ് ലാസ്റ്റ്. എങ്ങനെ കിട്ടി? 1ാമത്തെ വരിയിലെ എണ്ണം പ്ലസ് 2ാമത്തെ വരിയിലെ എണ്ണം പ്ലസ് 3ാമത്തെ വരിയിലെ എണ്ണം. അപ്പൊ എത്ര കിട്ടി? 6, 3, 9, 1, 10. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ ലൈനില് ലാസ്റ്റ് എത്രാമത്തേത് വരും എന്നാണ്. എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട്. എത്രാമത്തേത് വരും? അതായത് ഇപ്പോ ഫസ്റ്റ് നമ്പർ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ലാസ്റ്റ് നമ്പർ കിട്ടണമെങ്കിൽ ഇപ്പൊ ഈ ചോദ്യത്തിലെ എന്താണ് ആദ്യത്തെ ചോദ്യം? ഫസ്റ്റ് നമ്പർ ഏത്? അപ്പൊ 9ൽ ഏത് എത്രാമത്തെ അവസാനിച്ചു എന്നറിഞ്ഞാൽ 10ൽ ആദ്യത്തേത് പറയാം. അപ്പൊ 9 അവസാനിക്കുമ്പോൾ എത്രാമത്തേത് അവസാനിക്കും? 9ൽ അവസാനിക്കുന്നത് എത്രാമത്തേതിൽ? അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കി? ഇപ്പോ ഇതിന്റെ വരികളുടെ എണ്ണത്തിന്റെ സീക്വൻസും നാച്ചുറൽ നമ്പർ ആണ്. അപ്പോ 1ഉം 2ഉം കൂടെ കൂട്ടി പിന്നെ അതും അടുത്ത 3ഉം കൂടി കൂട്ടി അടുത്ത ലാസ്റ്റ് കിട്ടി. 4ഉം കൂടെ കൂട്ടി അടുത്ത ലാസ്റ്റ് കിട്ടി. പിന്നെ ഇതിന്റെ കൂടെ 5 കൂട്ടി ലാസ്റ്റ് കിട്ടി 15. നോക്കുക. അടുത്തത് 6 കൂട്ടി അതിന്റെ കൂടെ, അപ്പോ 21 കിട്ടി. അപ്പൊ ചുരുക്കത്തിൽ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് ഇങ്ങനെ ചെയ്താൽ ലാസ്റ്റ് നമ്പർ കിട്ടി. അപ്പൊ 9 എണ്ണം ഉണ്ട്. അപ്പൊ 9ന്റെ ലാസ്റ്റ് എത്ര? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 7 പ്ലസ് 8 പ്ലസ് 9. ഇത് കൂട്ടിയ 9ാമത്തെ വരിയിലെ ലാസ്റ്റ് എണ്ണമായി. അപ്പൊ ഇത് ഒന്നിച്ചിങ്ങനെ കൂട്ടണ്ടല്ലോ. നാച്ചുറൽ നമ്പർ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? n × n + 1/2 ആണ്. അപ്പൊ n എത്ര? 9.
9 ഇൻറ്റു n പ്ലസ് 1 10, 10/2. അപ്പോൾ 9 ഇൻറ്റു 10 90, 90/2 45. അപ്പോൾ 9ാമത്തെ വരിയിൽ അവസാനിച്ചത് 45ാമത്തേത്. അപ്പൊ 10ൽ തുടങ്ങണത് 46ാമത്തേത്. 46ാമത്തേത് ഏതാ? നാച്ചുറൽ നമ്പർ 46 തന്നെ. ഇനിയോ 10ലെ വരിയിലെ അവസാനിക്കണതോ എത്ര എണ്ണം ഉണ്ടാവും? അതില് 10 എണ്ണം ഉണ്ടാവും. അപ്പൊ 46ാമത്തത് മുതൽ 10 എണ്ണം. അപ്പൊ 55ാമത്തേൽ അവസാനിക്കും. 55ാമത്തെ ടേം ഏതാ? 55 തന്നെ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഫൈൻഡ് ദി സം ഓഫ് ആൾ ദി നമ്പേഴ്സ് ഇൻ ഫസ്റ്റ് 10 ലൈൻസ്. ഇതേ ഐഡിയ തന്നെ. അപ്പൊ ആദ്യത്തെ 10 ലൈനിൽ ആകെ എത്ര എണ്ണം ഉണ്ട്? 10 ലൈന് കഴിയുമ്പോഴേക്കും എത്ര എണ്ണം കഴിഞ്ഞു? 55 എണ്ണമായി എന്നാണ് നമ്മുടെ കണക്ക്. 10ാമത്തെ ലൈനിൽ ലാസ്റ്റ് നമ്മൾ എത്തിയത് 55ാമത്തെ പാർട്ടിയാണ്. അപ്പൊ ഫൈൻഡ് ദി സം ഓഫ് ആൾ ദി നമ്പേഴ്സ് ഇൻ ദി ഫസ്റ്റ് 10 ലൈൻസ് എന്ന് പറഞ്ഞാൽ 55 എണ്ണം കൂട്ടണം. ഏതൊക്കെ? 1, 2, 3, 4 അങ്ങനെ 55 എണ്ണം. ഇതെങ്ങനെ നാച്ചുറൽ നമ്പർ കൂട്ടുക? 55 ഇൻറ്റു 56/2 1540. ഒന്നുകൂടി, ഇത് ആകെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാവുന്നത് അത് നാച്ചുറൽ നമ്പറും രണ്ടും നാച്ചുറൽ നമ്പർ ആയതുകൊണ്ടാണ്. അതായത് സീക്വൻസ് നാച്ചുറൽ നമ്പർ, അതിലെ വരികളുടെ എണ്ണത്തിന്റെ സീക്വൻസും നാച്ചുറൽ നമ്പർ ആയി പോയതുകൊണ്ട് ഒന്ന് മാറുന്നേ ഉള്ളൂ. അപ്പൊ ചുരുക്കത്തിൽ നമുക്ക് എന്ത് മനസ്സിലായി? ടേം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ n നാച്ചുറൽ നമ്പർ, അവസാനത്തെ ഓരോ വരിയിലെയും അവസാനത്തേത് ഏത് വരും, എത്രാമത്തെ വരും എന്നറിയാൻ 1 + 2 + 3+. ഓക്കെ, ഇനി ഒരു നമ്പർ സീക്വൻസ് പിരമിഡായി എഴുതിയിട്ടുണ്ട്. ഏതാണ് ആ സീക്വൻസ്? 4, 7, 10 etc. അർത്ഥം ഫസ്റ്റ് ടേം 4, കോമൺ ഡിഫറൻസ് 3 എന്ന് വരും. അപ്പൊ അത് സീക്വൻസ് എന്താണെന്ന് ഒറ്റ വാക്കി പറയണമെങ്കിൽ 3n + 4, 3n + 1 ആണ് എന്നാണ് നമ്മൾ ആൾജിബ്രിക് ഫോമിൽ എഴുതുമ്പോൾ. അപ്പൊ ഈ പാറ്റേണിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ? ഒന്ന്, ആ സീക്വൻസ് ഏതാണ് അതറിഞ്ഞു. ഓരോ വരിയിലെയും എണ്ണം, ഓരോ റോയിലെയും എണ്ണം 1, 2, 3, 4 ഇങ്ങനെ പോണു. അപ്പൊ അത് നാച്ചുറൽ നമ്പർ സീക്വൻസ് ആണ്. 4 വരി തന്നിട്ടുണ്ട്. 5ാമത്തെ വരിയിൽ 5 എണ്ണം വരണം. 6ാമത്തെ വരിയിൽ 6 എണ്ണം വരണം. അത് എഴുതാനാണ് ആദ്യത്തെ ചോദ്യം. റൈറ്റ് നെക്സ്റ്റ് 2 ലൈൻസ്. അപ്പോ 31ൽ അവസാനിച്ചാൽ 34ൽ തുടങ്ങി ഒരു 5 എണ്ണം എഴുതിയാൽ ആയി. അടുത്തത് 46ൽ അവസാനിച്ചു, അപ്പൊ 49ൽ തുടങ്ങി ഒരു 6 എണ്ണം എഴുതിയാൽ അടുത്ത വരിയായി. ഇങ്ങനെ ഇത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നമുക്ക് അറിയേണ്ടത് 20ാമത്തെ ലൈനിലെ ഫസ്റ്റും ലാസ്റ്റും ഉള്ള ടേം ഏതൊക്കെയാണ് എന്ന്. ടേം, അപ്പൊ നമ്മൾ പൊസിഷൻ മനസ്സിലാക്കിയാൽ ടേം പറയാം. ഇപ്പോ 1, 2, 3, 4 ഇതാണ് പോണത്. അപ്പൊ 2ാമത്തെ വരിയിലെ അവസാനിക്കുന്നത് 1, 2, 3, 3ാമത്തെ ടേമിൽ നിൽക്കണു. 4ാമത്തെ വരിയിൽ അവസാനിക്കുന്നത് 1, 2, 3, 6ാമത്തെ ടേമിൽ. 4ാമത്തെ വരി അവസാനിക്കുന്നത് 1, 2, 3, 3, 6, 6, 4, 10, 10ാമത്തെ ടേം. അങ്ങനെ വരുമ്പോ 19ാമത്തെ ലൈന് റോ അവസാനിക്കുന്നത്, 19ാമത്തെ വരി അവസാനിക്കുന്നത് എത്രാമത്തെ ടേമിലായിരിക്കും? അതിനെന്ത് വഴി? 1 + 2 + 3 + 4 ഇങ്ങനെ 19 വരെ കൂട്ടിയാൽ മതി. അത് കൂട്ടാൻ എന്താ എളുപ്പ വഴി? 19 × 20/2. അപ്പൊ 190. 190ാമത്തേതായിരിക്കും 19 ലാസ്റ്റ്. അപ്പൊ 20ൽ ഫസ്റ്റോ 191ാമത്തെ ആയിരിക്കും. 191ാമത്തെ ടേം ഏതാണ്? 3 × 191 + 1 574. ഇനി 20ാമത്തതിലെ ലാസ്റ്റോ 191 തുടങ്ങിയിട്ട് 20 എണ്ണം. 20ാമത്തെ ലൈനിൽ 20 എണ്ണം. 20 എണ്ണം ആകുമ്പോൾ 210. 191 തുടങ്ങുകയാണ്. അപ്പൊ 190ന്റെ കൂടെ 20 കൂട്ടുക.
191 അങ്ങനെ. അപ്പോൾ 210. 210ാമത്തെ ടേം ആയിരിക്കും 20ാമത്തെ റോയിലെ ലാസ്റ്റ്. അതെങ്ങനെ? അതും 3n+1 അപ്ലൈ ചെയ്തു. 210 × 3 + 1. സിമ്പിളാണിത്. ഓക്കെ. ഇനി അടുത്തൊരു നമ്പർ പിരമിഡ്. ഇതൊരു ഇരട്ട സംഖ്യകളുടെ 2n എന്ന സീക്വൻസ് ആണ്. 2, 4, 6, 8 അങ്ങനെ പോകുന്നു. ഓരോ വരിയിലെയും 1, 3, 5 ഇങ്ങനെയാണ്. അതായത് ഒറ്റ നമ്പറുടെ സീക്വൻസ് ആണ് 1, 3, 5, 7. അപ്പൊ അതിന്റെ ആൾജിബ്രിക് ഫോം 2n-1. നമ്മുടെ ആദ്യത്തെ ചോദ്യം 4ാമത്തെ വരിയിൽ ഏത് വരും? 1, 3, 5. അടുത്ത വരി 7. എങ്ങനെ അത് പറഞ്ഞു 7 എണ്ണമാണെന്ന്? വരികളിലെ ടേമുകളിന്റെ എണ്ണം 1, 3, 5 എന്ന സീക്വൻസിലാണെന്നും 1ാമത്തെ വരിയിലെ എണ്ണം ഫസ്റ്റ് ടേമും 2ാമത്തെ വരിയിലെ എണ്ണം സെക്കൻഡ് ടേമായ 3ഉം 3ാമത്തെ വരിയിലെ എണ്ണം തേർഡ് ടേമായ 5ഉം അങ്ങനെയാണെങ്കിൽ 4ാമത്തെ വരിയിലെ ടേമുകളുടെ എണ്ണം ഇതിലെ ഫോർത്ത് ടേമായ 7. അങ്ങനെയാണെങ്കിൽ 10th റോയിൽ എത്ര എണ്ണം ഉണ്ടാവും? 10ാമത്തെ റോയിൽ. അതായത് 1, 3, 5 എന്ന സീക്വൻസിലെ ഫസ്റ്റ് ടേം ഫസ്റ്റ് വരിയിലെണ്ണം, സെക്കൻഡ് ടേം സെക്കൻഡ് വരിയിലെണ്ണം, തേർഡ് ടേം തേർഡ് വരിയിലെണ്ണം, ഫോർത്ത് ടേം ഫോർത്ത് വരിയിലെണ്ണം. അങ്ങനെയാണെങ്കിൽ 1, 3, 5 എന്ന സീക്വൻസിലെ 10ാമത്തെ ടേം എന്തോ അത്രയും എണ്ണം 10ാമത്തെ വരിയിലുണ്ടാവും. അപ്പൊ x10 10th ടേം കാണണം. 2 × 10 - 1 അങ്ങനെ 19 എണ്ണം അതിലുണ്ട്. ഇനി ഓരോന്നിലെയും നമ്മുടെ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി ലാസ്റ്റ് ടേം ഇൻ ദി 10th റോ? 10th റോയിൽ അവസാനിക്കുന്നത് ഏത് ടേം ആയിരിക്കും? അത് എത്രാമത്തേതായിരിക്കും എന്നറിഞ്ഞാൽ ടേമും പറയാം. ഇപ്പൊ ഈ പാറ്റേൺ നോക്കിയപ്പോ ഈ നമ്പർ വരികളുടെ എണ്ണം സീക്വൻസ് 1, 3, 5 ആണ്. അപ്പൊ ലാസ്റ്റ് എത്രാമത്തേതാണെന്ന് അറിയാൻ 1ാമത്തെ വരിയിലെ ലാസ്റ്റ് 1, 2ാമത്തെ വരിയിലെ ലാസ്റ്റ് 1, 3, 4, 4ാമത്തേത് നോക്ക്, 4ാമത്തേത്. അടുത്ത 3ാമത്തെ വരിയിലെ ലാസ്റ്റ് എത്രാമത്തെ ടേം? 1 + 3 + 5 9ാമത്തെ ടേം. അങ്ങനെയെങ്കിൽ 10ാമത്തെ വരിയിലെ ലാസ്റ്റ് ടേം എത്രാമത്തെ എന്നറിയാൻ 1 + 3 + 5 ഇങ്ങനെ 10 ടേമുകൾ കൂട്ടണം. ഇതിലെ ഒറ്റ സംഖ്യ കൂട്ടാൻ പിന്നെ n² എന്ന് പറഞ്ഞാൽ മതിയല്ലോ. 10 എണ്ണം കൂട്ടാൻ ഇതെല്ലാം കൂടി ഇരുന്ന് കൂട്ടണ്ടല്ലോ. 10² മതിയല്ലോ. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ച്. അങ്ങനെ വരുമ്പോൾ 100 എണ്ണം. അപ്പൊ 100ാമത്തേതായിരിക്കും 10th റോയിലെ ലാസ്റ്റ്. 100ാമത്തെ ടേം ഏതാണ്? 2n ആണ് ഓരോ ടേമും. അപ്പൊ 100ാമത്തെ ടേം 200. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ലൈനിൽ ഏത് വരും? 100ാമത്തതാണ് അവസാനം. അതിലാകെ 10 എണ്ണം ഉണ്ട്. അപ്പൊ തുടക്കം എത്രയായിരിക്കും? 82. ആകെ 19 എണ്ണം വരിയിൽ. തുടക്കം അവസാനിച്ചത് 100ാമത്തെ 200. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോ 82ൽ തുടങ്ങിയിട്ട് 82ാമത്തെ 83ാമത്തെ 84ാമത്തെ അങ്ങനെ 19ാമത്തെ ആകുമ്പോഴേക്കും 100ആയി, 100ാമത്തെയായി. അപ്പൊ പഴയ പാറ്റേൺ അനുസരിച്ച് തന്നെ എന്നിട്ട് 2n അപ്ലൈ ചെയ്തു. ഓക്കെ.